ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത് കലാകാരികൾ ഉൾപ്പെടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ്. ഭരതനാട്യം കലാകാരി അന്ത്രിജ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് തുടങ്ങി 15 പേരാണ് അംഗത്വമെടുത്തത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ബി.ജെ.പിയിൽ ചേരുകയാണ്. 15 പേരിപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമായിരിക്കുന്നതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീതുണ്ട്. ഇങ്ങനെ 15 പേരാണ് ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവരെ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ ചടങ്ങിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് നേരിട്ടെത്തി രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത്, ഒപ്പം ഭരതനാട്യ കലാകാരിയായ അദ്രിജ അടക്കം 15 പേരാണ് ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നുകൊണ്ട് അംഗത്വം സ്വീകരിച്ചത്. നേരിട്ട് ഷോൾ അണിയിച്ചാണ് ബി.ജെ.പിയിലേക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള 15 പേരെയും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. എന്തായാലും ഇവരിൽ നിന്ന് പ്രതിനിധി ആരെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി പ്രതിനിധിയായി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയില്ല. എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാധ്യതാ പട്ടികയായിരിക്കും, തെരഞ്ഞെടുപ്പ് പട്ടികയായിരിക്കും ബി.ജെ.പി പുറത്തിറക്കുക എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. അതേസമയം ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെയും സർക്കാരിനെതിരെയും CPM-നെതിരെയും രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്. കാരണം ഇറാൻ ഒരു ഭാഗത്ത് ഇറാനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുമ്പോഴും GCC രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കാൻ പോലും സർക്കാരോ കോൺഗ്രസോ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.